ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക അവലോകനം യോഗത്തിലുണ്ടാകും. ചർച്ചകൾ അടുത്ത ആഴ്ച 5 ദിവസങ്ങളിലായി ചേരുന്ന യോഗത്തിലാണ് ഉണ്ടാവുക. രാജ്യസഭാ സീറ്റിനായിട്ടുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. സീറ്റ് വിഭജനം എങ്ങനെ വേണമെന്ന തീരുമാനവും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായേക്കും. വി വിനോദാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. തിരുവനന്തപുരത്ത് നിന്ന് വിനോദ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യം തെരഞ്ഞെടുപ്പ് തോൽവി, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. രണ്ട്, രാജ്യസഭാ സീറ്റ്. ആദ്യം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി CPM എങ്ങനെ, നേതൃത്വം എങ്ങനെ കാണുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതിൽ വിമർശനാത്മകമായിട്ടുള്ള സ്വരങ്ങൾ ഉയരുമോ എന്നുള്ള സംശയവും പലർക്കും നിലനിൽക്കുന്നു. പക്ഷേ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ തോമസ് ഐസക് രംഗത്തെത്തിയിട്ടുണ്ട് തോൽവിയുടെ പിന്നാലെ. ആ ഒരു സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിനെ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണണം വിനോദ്? എന്തോ അപ്രതീക്ഷിതമായ ഒരു തോൽവി തന്നെ എന്നാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നു. CPI ആ നിലയ്ക്ക് തന്നെ കൂടുതൽ സീറ്റ്, കഴിഞ്ഞ തവണ ഒരു സീറ്റ് ആലപ്പുഴയിൽ മാത്രമാണ് വിജയിക്കാൻ 2019 കഴിഞ്ഞത്. ആ നിലയിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു മുന്നണി വെച്ചു പുലർത്തിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു തോൽവി, വോട്ട് ശതമാനത്തിൽ കുറവ്, അതോടൊപ്പം തന്നെ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ പോലും വിജയിക്കാനാകാതെ പോയ സാഹചര്യം. മന്ത്രി രാധാകൃഷ്ണൻ മാത്രമാണ് വിജയിച്ചത്. ആലപ്പുഴ പോലും നിലനിർത്താൻ കഴിയാതെ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങലിലൊക്കെയും വിജയം പ്രതീക്ഷിച്ചതാണ്. വടകരയിലെ തോൽവി 1 ലക്ഷം വോട്ടുകൾക്ക് കൂറ്റൻ തോൽവി. KK ശൈലജയെ പോലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മുഖത്തെ നിർത്തിയിട്ട് പോലും അവിടെ തോൽവി സംഭവിച്ചു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ തോറ്റമ്പുന്ന ഒരു കാഴ്ച. തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ വലിയ വോട്ടിന് പിറകിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കേന്ദ്രത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതൊരു വലിയ ഘടകമാണ്. കാരണം BJP സർക്കാരിനെതിരെ പൊതുവിൽ ആളുകൾ വോട്ട് ചെയ്യുന്നു. അവിടെ CPM-നോ ഇടതുമുന്നണിക്കോ കാര്യമായ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്ന ഒരു ട്രെൻഡ് പൊതുവിൽ പ്രതിഫലിച്ചു. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം, അതൊരു പക്ഷേ ഇടതുമുന്നണി നേതൃത്വം അംഗീകരിക്കാനിടയില്ല. കാരണം 2019-ലും ഇത്തരത്തിൽ തോൽവിയുണ്ടായി. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പിന്നീട് നടന്നപ്പോൾ കൂടുതൽ സീറ്റുകളിൽ വന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ജനവിരുദ്ധ വികാരം എന്ന് പറയാൻ കഴിയുക എന്ന ചോദ്യമാകും പ്രധാനമായും ഇടതുമുന്നണി ഉന്നയിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനാത്മകമായി, പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള ഒരു വിമർശന രീതിയിലേക്ക് നേതാക്കൾ പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തതയില്ല. ഏതായിരുന്നാലും ജനകീയത, തൃശൂരിലെ BJP-യുടെ വിജയം തന്നെയാണ് അവിടെ വേറിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. 2019-നെയും ഇപ്പോഴത്തെ പൊതു തിരഞ്ഞെടുപ്പിനെയും മാറ്റി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം BJP തൃശൂരിൽ വിജയിച്ചു എന്നത് തന്നെയാണ്. അവിടെ സുരേഷ് ഗോപി 70,000-ലധികം വോട്ടിന് മുകളിൽ പോകുമ്പോൾ അത് കോൺഗ്രസിന്റെ വോട്ടിലാണ് കുറവ് വന്നത് എന്ന് പൊതുവിൽ പറയാമെങ്കിലും BJP ജയിക്കാനുള്ളൊരു സാഹചര്യം, അതായത് കേരളത്തിൽ LDF സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ BJP അക്കൗണ്ട് തുറന്നു എന്നത് ഒരു നാണക്കേട് തന്നെയാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല, കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുന്നില്ല, BJP-യുടെ അക്കൗണ്ട് തുറക്കൽ എന്തുകൊണ്ട് തൃശ്ശൂരിൽ തടയാൻ കഴിയുന്നില്ല, തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഏതായിരുന്നാലും ജനകീയ മുഖം സർക്കാരിന് വേണം എന്ന അഭിപ്രായം വിമർശകർ ഉന്നയിക്കുന്നുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ച് പുറത്തു നിൽക്കുന്ന CPM നേതാക്കളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അനുഭാവികളോ ഒക്കെയും ഇപ്പോഴത്തെ സർക്കാരിന്റെ പോക്ക് ശരിയല്ല എന്ന വിമർശനം പൊതുവിൽ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെയും ഈ യോഗത്തിൽ, 5 ദിവസം നീളുന്ന യോഗത്തിൽ അതെല്ലാം അവർ പരിഗണിക്കുമോ, അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം, ക്രൈസ്തവ വോട്ടുകൾ അത് കോൺഗ്രസിലേക്ക് പരമ്പരാഗതമായി പൊയ്ക്കൊണ്ടിരുന്നത് BJP-യിലേക്ക് മാറി. അതിനുള്ള കാരണം കൂടുതൽ മുസ്ലിം വിഭാഗത്തോട് CPM അടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രീണനം നടത്തുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഈ പോളറൈസേഷൻ. 2 വശത്തേക്ക് 2 സമുദായങ്ങൾ മാറുന്ന നിലയിലേക്ക്, 2 വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ മാറുന്ന നിലയിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി CPM-ന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ, അത് പിന്നാക്ക വോട്ടുകളുണ്ട്, OBC വോട്ടുകളും പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളും പട്ടികജാതി പട്ടികവർഗ വോട്ടുകളുണ്ട്. പാർട്ടി അനുഭാവമായി കാലങ്ങളായി പാർട്ടിക്ക് പിന്തുണച്ചിരുന്ന, CPM-നെ പിന്തുണച്ചിരുന്ന വോട്ടുകളുണ്ട്. അതെല്ലാം തന്നെ അകന്നുപോയോ എന്ന ഒരു ആശങ്ക ചില നേതാക്കളെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും അടിസ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശരിയാണോ എന്നത് ചർച്ചയിലേക്ക് വരാനോ, അല്ലെങ്കിൽ അത്
ശരിവെച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ള തിരുത്തൽ പ്രക്രിയയിലേക്ക് പോകാനോ ഉള്ള സാധ്യത ഉണ്ടോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾക്ക് മുമ്പിലുള്ള അനുഭവങ്ങൾ തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടായാലും അസംബ്ലി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ തിരിച്ച് കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്തു എന്നതാണ്. അവിടെയും നമ്മൾ ഒന്നുകൂടി പറയുന്നു, തൃശൂരിൽ BJP അക്കൗണ്ട് തുറന്നത്, തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ 1 ലക്ഷം എന്ന ഭൂരിപക്ഷം 16,000-ലേക്ക് താഴ്ന്നത്, അത് രാജീവ് ചന്ദ്രശേഖർ കഷ്ടിച്ച് 1 മാസം മാത്രമാണ് പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. പന്ന്യൻ രവീന്ദ്രൻ ഒരു മണ്ഡലത്തിൽ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്തേക്ക് പോയത്, ഇതെല്ലാം തന്നെ സ്വയം വിമർശനമായി കാണേണ്ട കാര്യങ്ങൾ എന്ന് പറയാവുന്ന ഒരു വസ്തുതയാണ്. എങ്കിലും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ഈ 5 ദിവസത്തെ നേതൃയോഗം കഴിയുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. മറ്റൊന്ന്, രാജ്യസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഇളവരം കരീമും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സീറ്റും ആ നിലയ്ക്കുള്ള ഒഴിവുകൾ 3 സീറ്റുകളാണ് ഒഴിവായി വരുന്നത്. ഇതിൽ 2 സീറ്റുകളിലേക്ക് ഇടതുമുന്നണിക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അവിടെ CPIയുടെ ഒരു സീറ്റ് ഒഴിവ് വരുന്നുണ്ട്, ബിനോയ് വിശ്വം ഒഴിയുന്നുണ്ട്. അങ്ങനെ 3 സീറ്റുകളിൽ 2 സീറ്റുകളിൽ ഇടതുമുന്നണിക്ക് അവകാശവാദം ഉന്നയിക്കാനും അവിടേക്ക് പ്രതിനിധികളെ അയക്കാനും കഴിയുന്ന സാഹചര്യമുണ്ട്. ആ സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മും അതോടൊപ്പം തന്നെ CPIയും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാടിലേക്ക് പോയിട്ടുണ്ട്. RJDയും അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നു. ഒരു സീറ്റിലേക്ക് ഏതായിരുന്നാലും CPM പ്രതിനിധിയെ അയക്കും. അവശേഷിക്കുന്ന മറ്റൊരു സീറ്റിലേക്ക് ആരെ അയക്കണം എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചയാണ്. ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് ഉഭയകക്ഷി ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. അവിടെ ഈ CPIയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകും. തങ്ങൾ ഒരു സീറ്റുമായാണ് മുന്നണിയിലേക്ക് വന്നതെന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ ബിനോയ് വിശ്വം CPM നേതൃത്വവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. തങ്ങളുടെ സീറ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് CPIയും ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുള്ളത്. സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് ഇന്ന് പുറത്തുവരികയാണ്. 3-ാം വർഷത്തെ പ്രോഗ്രസ് കാർഡാണ്. വകുപ്പുകളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിലയിരുത്തൽ ഈ പ്രോഗ്രസ് കാർഡിൽ ഉണ്ടാകും. വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് ഈ പ്രോഗ്രസ് കാർഡ് ആദ്യം പ്രകാശിപ്പിക്കുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരെല്ലാം ഉണ്ടാകും. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഏതായിരുന്നാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ ചൂടുപിടിപ്പിക്കുന്നത് തന്നെയാണ് ഈ ഒരു സീറ്റ് LDFന് എന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേതൃത്വം നടത്തിയാലും ഇല്ലെങ്കിലും പൊതുസമൂഹം വലിയ തോതിൽ അക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണല്ലോ ആ ചർച്ച നടക്കുന്നത്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.